Hello. Hello guys, welcome back to my channel Mad Gaming. കണ്ട എന്താന്ന് കണ്ട കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഭയങ്കര ഗ്രൈൻഡിങ് ആയിരുന്നു guys. 35 ഡയമണ്ട്. എന്തായാലും നമുക്ക് തെറ്റുന്ന ഫുൾ ഡയമണ്ട് ആർമറും ടൂൾസും ആവണം. എന്നിട്ട് നമുക്ക് അത്യാവശ്യം ബിൽഡൊക്കെ ചെയ്യണം. അപ്പം നൈറ്റ് നമുക്ക് വേഗം പോയി ഉറങ്ങാം. അത്യാവശ്യം ബിൽഡും പിന്നെ കുറേ പ്ലാനിങ് ഉണ്ട് guys. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡയമണ്ട് ആർമറും ടൂൾസും പിന്നെ സെക്കൻഡ് എപ്പിസോഡാണ് ഡയമണ്ട് ആർമർ. ശരിക്കും തേർഡ് എപ്പിസോഡാണ്, ബിക്കോസ് ഞാൻ പറഞ്ഞൊരു വീഡിയോ ഇതായി പോയി. സോ അങ്ങനെ ഡയമണ്ട് ആർമറും ടൂൾസ് ആവും. ഫസ്റ്റ് നമുക്ക് ബൂട്ട്, പാൻറ്, ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റും കൂടി ഉണ്ടാക്കി വെക്കാം. ഹെൽമെറ്റ് നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമറിലോട്ട് മാറിയിട്ടുണ്ട്. ബോയ്. നമുക്ക് നമ്മൾ ടൂൾസ് വെക്കാൻ പെട്ടി തുറക്കാം. ഇപ്പോഴത്തെ ടൂൾസും കാര്യമുള്ള അതിൻ്റെ ഉള്ളിലോട്ട് വെക്കാം. അയൺ പിക്ക് കൈക്കരിക്കട്ടെ. പഴയ ആർമർ തന്നെ അതിൻ്റെ മുകളിൽ വെക്കാം. പിന്നെ നമ്മൾ നേരെ വുഡ് ഇരിക്കണ ജസ്റ്റ് തുറക്കാം. പ്ലാങ്ക് എടുക്കാതെ ഉണ്ടാവുമോ എന്താ, ഷവലും ഓയും ഉണ്ടാക്കല്ലേ. ഉണ്ടാക്കാനുള്ള ഉണ്ടാവും അറിയില്ല നമുക്ക്. സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവല്. ആക്സ് അവൻ്റെ മുന്നേ ഷവല്, സോഡ്. ഡയമണ്ട് കറക്റ്റ് ഉണ്ട്. ഒരു സ്റ്റിക്കും കൂടി മതി. ഇപ്പം നമുക്കൊരു സ്റ്റിക്കും കൂടി ഉണ്ടാക്കി വെക്കാം. കറക്റ്റല്ലേ? ഏതല്ലേ? അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഡയമണ്ട് ആർമർ ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. നമുക്ക് നേരെ ഇന്നത്തെ മെയിൻ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അടിപൊളി. ഒന്നും റെക്കോർഡായില്ല. ഏതൊരു കണ്ടെന്ന് എനിക്കറിയാം ഗൈസ്. പക്ഷെ ഞങ്ങളുടെ വില്ലേജേഴ്സിനെ ഞങ്ങൾ അവിടെ കൂട്ടിയിട്ട് എപ്പോഴത്തെ ഓഫായടേ അത് തേങ്ങ. ഞാനാണെങ്കിൽ വില്ലേജേഴ്സിനെ കൂട്ടിയിട്ട് ഇങ്ങനെ വർത്താനം പറയാം. നോക്കുമ്പോൾ റെക്കോർഡായല്ലോ. ഓണിയൻസ് കൂടി റെക്കോർഡാക്കാം ഗൈസ്. ഇതാണ് ഇവിടുത്തെ കോണിയൻസ് കഴിയുള്ളൂ. നമുക്ക് പോവാം മീൻസ് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇവിടെ ഇങ്ങോട്ടിരിക്കുന്നു. അങ്ങോട്ട് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് 10,000 ബ്ലോക്ക് കിലോ അത്ര ഉള്ളൂ. ഇവിടെ മീൻസ് വേൾഡ് സ്പോണിൻ്റെ അവിടെ നിന്ന്. നമുക്ക് കുറച്ച് ഫുഡും കൂടി എടുത്തു പോയിരുന്നു. ബട്ട് പ്രശ്നം എൻ്റെ ഇൻവെൻട്രിയാണ്. സോ നമുക്ക് ഹെൽത്ത് ഇപ്പോഴും പറഞ്ഞില്ലേ. തീർന്ന് ലെതർ മാത്രമേ ഇട്ടുള്ളൂ. ഫുഡും വേണം, രണ്ടും വേണം. ഇതിൽ ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്തത് അക്കേഷ്യ വുഡ്, പോട്ടെ. മറ്റേ ബ്ലോക്ക് പോലത്തെ വുഡ് ഐസ് 4 പ്ലാങ്ക് കൂട്ടിയിട്ടുള്ള അതിനാണ് അത് പറയുന്നത്. എൻ്റെ അടുത്ത് തന്നെ ഒരു നമുക്ക് നിലപ്പം അങ്ങോട്ട് പോകണ്ട. അല്ല, നമുക്ക് 2 ഡയമണ്ടിൻ്റെ ആവശ്യമുണ്ടായി. നമുക്ക് 2 കൽപ്പിച്ച് അങ്ങ് ഇറങ്ങാം. വാട്ടർ റോക്കറ്റ് പോലും ഇല്ലാതെ ഞാൻ പോകണത്. എന്തിനാ ബിൽഡിംഗ് ബ്ലോക്ക് പോലും കഴിക്കില്ല. തീർന്ന എല്ലാം പോച്ച്.
സോ നമുക്ക് ആവശ്യമുള്ള എടുക്കുക പോരുക, അത്രേ ഉള്ളൂ. ഇതേ മഞ്ഞ ഓ ഞാൻ മുന്നേ വന്നതാ ഗൈസ് ഇവിടെ. ആ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒരു കേവിൽ പേടി എന്ത് ക്രീപ്പറിസം. പൊന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് അടുത്ത് ക്രീപ്പർ വരാറില്ല. നമുക്ക് അതിൻ്റെ മുന്നേ ഓടി താഴത്തിറങ്ങാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഗൈസ് ഒരു കേവിൽ ഒരു പേടിയില്ലാതെ ഞാൻ ഇറങ്ങിയെന്ന്. ആ കേവാണ് ഈ കേവ്. എൻ്റെ പിന്നാലെ ആരോ വരണേ, എന്തോ വരണേ. അവിടെ നമുക്ക് ഇഷ്ടം പോലെ ആയം കിട്ടി. ഇവിടെ നിന്നാണ് ഞാൻ വില്ലേജറിനെ കൊന്ന്. വില്ലേജർ തോമ്പി കയറാനുള്ള വഴി ഇത് അവിടെയാണ്. കയറാനുള്ള വഴി എവിടെയായിരുന്നു? ഇങ്ങോട്ട് വന്നിട്ട് ഇതൊരു ബ്ലോക്ക് നമുക്ക് ഇവിടെ കളയാം, എന്നാലും കുഴപ്പമില്ല. കുറേ ലോങ് കുറയുമെന്ന് തോന്നുന്നു. എന്തായാലും ബേസൊക്കെ എത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ബേസ് കയറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ലാവാപ്പോൾ എന്തായാലും ഒരു ഐഡിയ ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് ഗൈസ്. ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ചിട്ട് ബക്കറ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. നമുക്ക് ഇവിടുന്ന് എടുത്തുനിന്ന് വെള്ളം കിട്ടാൻ വെള്ളത്തിനാണല്ലോ പണി. കേവല്ല നേരെ ബാക്ക് വരണം. ഇവിടെ നിന്ന് അങ്ങ് ഒബ്സിഡിയൻ മൈൻ ചെയ്യാം ഗൈസ്, അതാണ് എൻ്റെ പ്ലാന്. പക്ഷേ വെള്ളം കിട്ടാൻ ഈ സവാനയിൽ വെള്ളം കിട്ടാൻ ഭയങ്കര പണി. മറ്റടുത്ത് പറഞ്ഞ സൈഡിൽ കൂടെ റിവർ പോകുന്നുണ്ടാവും എന്തായാലും. ഇവിടെ ഒരു റിവർ ഉണ്ട്, നമ്മൾ ബേസിൻ്റെ അടുത്ത് തന്നെയാണ്. നേരെ ബാക്ക് തന്നെ വരണം. ഇനി ഞാൻ വെള്ളം എടുത്തിട്ട് ഇത് വരണേ. ഞാൻ തിരിച്ചെത്തി ഗൈസ്. നേരെ നമുക്കിത് സ്ഥലമാണല്ലോ ഇത് ഉണ്ടാക്കാൻ, ഇത് കളക്ട് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ ഇവിടെ തന്നെ ഒരു പോർട്ടൽ ഉണ്ടാക്കിയാൽ മതി. പറ്റത്തില്ല ഗൈസ്. പത്തെണ്ണായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ ബക്കറ്റിൽ ആവി എടുത്തിട്ടുണ്ട്. 10ആയി. പക്ഷേ നമുക്കിനി എന്താ പറയുക, വില്ലേജിൽ പോകണമെങ്കിൽ ഒരു പോർട്ടൽ കൂടി സെറ്റാക്കണം. അപ്പം നമുക്ക് വേണം സെറ്റായിട്ട് തയ്യാറാണ്. വേണേ പക്ഷെ ഞാൻ ആലോചിക്കണതല്ല, നമ്മൾ എൻചാൻറ്റിങ് സ്റ്റേഷൻ ഉണ്ടാക്കണോ അതോ ലെജർമാരായിരുന്ന ട്രേഡ് വാങ്ങിയാൽ മതിയാണെന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ ആലോചിക്കണം ലെജർമാരായിരിക്കുന്ന ട്രേഡ് വാങ്ങിയത്. ബിക്കോസ് വേറെ നല്ല ഇപ്പോൾ ഒരു 5 കൂടി എക്സ്ട്രാ വാങ്ങിച്ചത് പക്ഷേ മടി. പിന്നെ പ്ലസ് നമുക്ക് എക്സ്പി ഒപ്പിക്കാൻ ഫാമൊന്നുമില്ല, പിന്നെ ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ആകപ്പാടൊക്കെ പോയി 10 എക്സ്പി ചെയ്യാൻ കുറച്ചൊക്കെ മൈനിങ്ങിന് പോയി. പിന്നെ നമ്മൾ ഈ കൗവിനെ കുറച്ച് കൊന്നിരുന്നു, കൗപ്പിക്കുക അങ്ങനെ കിട്ടിയ മൊത്തത്തിൽ ആകെയുള്ള എക്സ്പിയാണ്. ഇനി കറക്റ്റാൻ ചത്തു ഉണ്ട്, അപ്പോഴെന്തോ കുറച്ച് പോയത്. സോ എൻ്റെ ടോട്ടൽ എടുത്തെടുത്ത് കഴിഞ്ഞാൽ അറിയാം ഇഷ്ടം പോലെ ടൈം ചത്തുണ്ടോ. ഒന്നൊന്നുമല്ല, നമ്മളെന്നാൽ ഒരു വീഡിയോ തന്നെ 2-3 ക്രീപ്പർ ഒട്ടിയായിരിക്കുന്നുണ്ട്. ലെസ്റ്റ് കേവിൻ്റെ, അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ. നെറ്റാണ് അതിൻ്റെ മുന്നേ ബേസ് എത്താൻ പറ്റുമോ? പറ്റായില്ല. ബട്ട് നെറ്റാണ് അതിൻ്റെ മുന്നേ അല്ല. ഞാൻ ലാബ് ബക്കറ്റ് എടുത്തത് നമുക്ക് ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാകും. നേരെ ബേസിലെത്തിയിട്ട് കാണാം ഗൈസ്. ഫൈനലി ഞാൻ ബേസ് എത്തി ഗൈസ്. കണ്ട നിങ്ങൾ? ഓ ഭാഗ്യം. ഞാൻ ആ ബാമ്പുവിൻ്റെ മുകളിൽ കണ്ടപ്പോഴേ ക്രീപ്പർ വീടിൻ്റെ മുകളിൽ സ്പൂണായി വിചാരിച്ചു. നേരെ പോയി ഉറങ്ങാം. ഇവിടെ ഒരു പ്രഷർ പ്ലേറ്റ് വെക്കണം ഗൈസ്, ഞാൻ എപ്പോഴും മറക്കും. എന്നിട്ട് നേരെ ഇൻവെൻറ്ററി സോർട്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്രോ പറയാം. കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ആണ് ഗൈസ്. ഏതായാലും അഡ്വാൻസ്മെൻറ്റ് എനിക്ക് വേണമെങ്കിൽ പഴയ ലെറ്റ്സ് പ്ലേയിൽ മൊത്തം അച്ചീവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ വീഡിയോ ചെയ്യാതില്ല. എന്തായാലും ഇന്ന് കിട്ടിയ ഐറ്റംസ് ഇതിൽ വെക്കാം. വാല്യുബിൾ സൈഡിൽ ഇപ്പോൾ ഉള്ളത്
പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗ്രൈൻഡിങ്ങിനായപ്പോഴേക്കും ഒരു ആക്സിലോട്ടെല്ലാം കിട്ടിയിട്ടാണ്. ഇതിനിടാൻ നമുക്കൊരു ടാങ്ക് കിട്ടണം. എൻ്റെ ഫേവറേറ്റ് ബ്ലൂ കളർ തന്നെ കിട്ടിയത്. നമുക്ക് ഇതൊക്കെ ഇതിലോട്ട് വെക്കാം. മൊത്തം സോർട്ട് ചെയ്തിട്ട് വരാം. എൻട്രി മൊത്തം സോർട്ടായി. നമുക്ക് പ്രഷർ പ്ലേറ്റ് ഇപ്പോൾ വെക്കാൻ ടൈമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ. പോവുക.